ഹായ് എവരി വൺ, ഇറ്റ്സ് മീ യുവർ അഖിൽ രാമചന്ദ്രൻ. ഞാൻ മേരി ജോസഫ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരുപാട് പേര് ഞങ്ങളടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ലവ് സ്റ്റോറി ചെയ്യാൻ പറ്റുമോ, ലവ് സ്റ്റോറി ചെയ്യാൻ പറ്റുമോ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ലവ് സ്റ്റോറി വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഞങ്ങളത് കുറച്ച് ദിവസം മുമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാതായി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയ ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 1 വീക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ. കൊറോണ ഡേയ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചാൽ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം അല്ലേ. പിന്നെ വേറൊരു കാര്യം കൂടി കേട്ടോ, വീഡിയോ നമ്മൾ വളരെ ലെങ്ത് ഉണ്ടാവും. അപ്പോൾ ചെറുതായി കട്ട് ചെയ്തിട്ട് വരുന്നത്. അതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 years സ്റ്റോറിയാണ്. പക്ഷെ 3 വർഷത്തെ സ്റ്റോറി വന്നാൽ ഒരു 30 വർഷത്തെ സ്റ്റോറി ഉണ്ടാവും കേട്ടോ. കാരണം രണ്ടുപേരും ഇന്റർ റിലീജിയൻ മാരേജ് ആണ്. പിന്നെ അതുകൂടാതെ ഒരു എന്താ പറയുക, എല്ലാ ട്രാജഡി ഉണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ചുരുക്കിയിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ കട്ട് ചെയ്തിട്ടായിരിക്കും വരിക 2-3 പാർട്ടായിട്ട്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ ഞങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്താണെന്ന് നോക്കിയിട്ടുണ്ട് ഞങ്ങൾ അടുത്ത വീഡിയോ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകണ്ട. സൗണ്ടിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കുറച്ച് ഹോസ്പിറ്റലിൽ വേഗമൊക്കെ മാറ്റി കുറിച്ച്. അപ്പോൾ സ്റ്റോറി ഇവിടെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നത് വിചാരിക്കണം. ഞാൻ +2 പഠിക്കുമ്പോഴാണ് പരിചയപ്പെട്ടത്. പരിചയപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ നാട്ടുകാരാണ്. പക്ഷെ എനിക്കറിയില്ല കേട്ടോ, ഒരേ നാട്ടുകാരാണ്. പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല, എനിക്കറിയില്ല. ഞാൻ ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള രണ്ടുപേരുടെ വീടുകളൊക്കെ തമ്മിൽ. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല, മീൻസ് കണ്ടിട്ടില്ല, രണ്ടുപേരും കണ്ടിട്ടില്ല, അങ്ങനെ പരിചയമൊന്നുമില്ല. അപ്പം ഞാൻ +2 പഠിക്കുന്ന ടൈമിലാണ് പരിചയപ്പെടുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ NSS ഉണ്ടായിരുന്നു. ഇപ്പോൾ NSS വളണ്ടിയർ ആയിരുന്നു. അപ്പം നമുക്കൊരു അങ്ങനെയല്ല, അപ്പം നമുക്കൊരു ബ്ലഡ് ഡൊണേഷൻ്റെ ഒരു ക്യാമ്പ് വന്നു. അപ്പം നമുക്ക് കുറച്ച് ബ്ലഡ് ഡോണേഴ്സിന് ആവശ്യമുണ്ടായിരുന്നു. അപ്പം അനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു ഒടുവങ്ങാട് ടീം, അതായത് സ്പോർട്ട് മച്ചാൻസ് എന്ന് പറയും. ഇവരൊക്കെ ഒരു ഗ്യാങ്ങാണ്. ഇവർ ഒരു 10-22-25 പേരുണ്ട്. മൊത്തം ഏട്ടന്മാരും പിന്നെ ചെറിയ പിള്ളേരും കാര്യങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ എനിക്ക് അനിയനടുത്ത് ചോദിച്ചാൽ നമുക്ക് കുറച്ച് ഏട്ടന്മാരുടെ നമ്പർ കിട്ടും. അപ്പോൾ നമുക്ക് ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ട് ഡോണേഴ്സിനെ ഇതാക്കാമെന്നുള്ള രീതിയിൽ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവനാണ് എനിക്ക് കുറേ ഏട്ടന്മാരുടെ നമ്പർ തന്നത്. അപ്പോൾ ഞാൻ അതിലൊരാളായിരുന്നു ഡൈമോട്ടൻ എന്നാണ് വിളിക്കുക. അപ്പോൾ അഖിലാണ് പേര്, എല്ലാവരും അഖിലേട്ടാ പറയും, ഞാൻ ഡൈമോട്ടാ വിളിക്കുക. അപ്പം നാളുടെ നമ്പർ അപ്പോൾ നമുക്ക് എല്ലാവരുടെ നമ്പർ കിട്ടി. ഞാൻ എല്ലാവരെയും വിളിച്ച് ചോദിച്ചു. അപ്പോൾ എല്ലാവരും വില്ലിങ് ആണ്, വരാൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അതുപോലെ ആളും സംസാരിച്ചു. അങ്ങനെയാണ് ഞാൻ അവിടെയുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം. കാരണം ഞാൻ ആ സമയത്ത് ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു, ചെറിയ രീതിക്ക് ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ചെറിയ രീതിക്ക് ഒരു നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഞാൻ നോക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ വീട്ടിലല്ല താമസം, പാലക്കാട് വേറൊരു വീടെടുത്ത് താമസിക്കായിരുന്നു ബിസിനസിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ തുടക്കം. അപ്പോൾ അങ്ങനെ അവരൊക്കെ നമ്പേഴ്സ് അവരൊക്കെ ആയിട്ട് കമ്പനിയായി. അപ്പോൾ ഒരുവിധം പേർക്കൊക്കെ എന്നെ അറിയാം, മീൻസ് എന്നെ അവരൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ രീതിക്കൊക്കെ അവിടെ രാഷ്ട്രീയത്തിലൊക്കെ ചെറിയ രീതിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഏട്ടന്മാരൊക്കെ പറഞ്ഞു അറിയാം, അലൻ്റെ പെങ്ങളല്ലേ, പിന്നെ അനിയൻ്റെ പേര് അല്ലെന്നാണ്. അപ്പോൾ അലൻ്റെ പെങ്ങളല്ലേ. അപ്പോൾ അവരെ കുറേ പേര് സമ്മതിച്ചു. ഏട്ടനാ നമുക്ക് നോക്കാം, നീ ടൈം ആകുമ്പോൾ വിളിക്കുക പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും കമ്പനിയായി, കൂട്ടത്തിൽ കമ്പനിയായി. ഞാൻ ടൈം ഔട്ടായിട്ട് അങ്ങനെ ഞങ്ങൾ നല്ല കമ്പനിയായി. പിന്നെ കണ്ടിട്ടില്ല കേട്ടോ, അതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടെന്ന് വെച്ചാൽ ഇടയ്ക്കും തലയ്ക്കും കണ്ടിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാറില്ലല്ലോ. ചിലപ്പോൾ അനിയൻ്റെ കൂടെ അനിയന് വണ്ടി ഉണ്ട്. അപ്പൊ ഇവരിരിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്, ഒരു ചെകുത്താൻ പാറാന്ന് പറയും. അപ്പൊ അവിടെ ഇരിക്കുക. അപ്പൊ ആ വഴിയിൽ വണ്ടിയും കൊണ്ട് നമ്മൾ കടയിലേക്കൊക്കെ പോകണമെങ്കിൽ ആ റൂട്ട് പോകാറുണ്ട്. അപ്പൊ ഇവരെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടാവും, കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ അപ്പോഴൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് അനിയനിങ്ങനെ വീട്ടിൽ വന്ന് പറയും, കാരണം എല്ലാവരുടെയും പേര് പറയും. അപ്പോൾ ഏട്ടൻ്റെ പേര് മാത്രം കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഡൈമോ ഏട്ടൻ, അവിടെ ഉള്ള എല്ലാവരും ഡൈമോ എന്നാ വിളിക്കുക. അതിൻ്റെ റീസൺ ഉണ്ട്, അതൊക്കെ പറയാം.
അപ്പം നമ്മള് അപ്പൊ പറഞ്ഞിട്ടറിയാം. അപ്പം പേരൊരു വെറൈറ്റി ആയതുകൊണ്ട് എനിക്ക് ആരാണ് ഈ ഡൈവേർട്ട് അറിയാവുന്നൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതുവരെ അറിയില്ല. പിന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അറിയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഞങ്ങള് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു സഖാക്കളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിലാളുണ്ട്. അപ്പം ഉണ്ടൂർ സഖാക്കൾ എന്നാണ് ഗ്രൂപ്പിന്റെ പേര്. അതിനകത്ത് ആളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. അതിൽ അഖിൽ രാമചന്ദ്രൻ എന്നാണ്. അപ്പൊ എനിക്കറിയില്ല ഈ അഖിൽ രാമചന്ദ്രനാണ് ഡൈമോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. പിന്നെയാണ് മനസ്സിലായി. അപ്പൊ ഞങ്ങള് പിന്നെ നല്ല കൂട്ടായി. പിന്നെ മെസ്സേജ് ഒക്കെ തുടങ്ങി. ക്യാമ്പൊക്കെ കഴിഞ്ഞില്ല. ക്യാമ്പിന് വന്നൊന്നുമില്ല, ബ്ലഡൊന്നും നമ്മളെന്നിട്ട് മെസ്സേജ് ഒക്കെ തുടങ്ങി. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ആദ്യം, നല്ല കൂട്ടായിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ ആളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാൻ തുടങ്ങി. വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും ആളുടെ ബിസിനസ് പരമായ കാര്യങ്ങൾ. അപ്പൊ ഞാനും എന്റെ കാര്യങ്ങളും എന്റെ പഠിത്തം എന്റെ അപ്പൊ അതൊക്കെ നമ്മള് സംസാരിക്കായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് ആളുകളെ സാഹിത്യപരമായി കുറച്ച് എഴുതും, വരയ്ക്കും. അതുപോലെ കഥാകവിത എഴുതും. കുറച്ച് വരയ്ക്കണം കൂടുതലാണ്. അപ്പൊ സാഹിത്യപരമായി കുറച്ച് ഇതിലാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് നമ്മള് കളിക്കാന്ന് പറഞ്ഞ ഒരു ദിവസം ചാറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ. അവരാണോ നമ്മുടെ അന്താക്ഷരിന്റെ തുടക്കം കുറിച്ച്? നന്നായി പാടും, സുനേട്ട നന്നായി പാടും. അപ്പൊ നമ്മള് ഒരു 11 മണിയൊക്കെ ഉണ്ടാവും രാത്രി. അപ്പൊ അമ്മ ചോദിക്കും, നീ എന്തേ ഫോണിൽ കിടന്നിട്ട് കുറെ നേരമായാലോ? നമുക്ക് നോർമലി അറിയാലോ ആ ഒരു ടൈമിൽ ഏതൊക്കെയാണെങ്കിൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇല്ലമ്മ, ഞാൻ അന്താക്ഷരി കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കളിച്ചു. എന്നിട്ട് നമ്മള് ഒരു പാട്ട്, നമുക്ക് ഒരു പാട്ട് അത് പാടി. അപ്പൊ ആൾക്കത് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. എനിക്കറിയില്ല. അപ്പൊ നമ്മള് രണ്ടു ഇത് വന്നപ്പോ പാടിയതാണ്. അപ്പൊ ആള് പറഞ്ഞു, ശരി എനിക്ക് നീ പാട്ട് മുഴുവൻ പാടിയിട്ട് എനിക്ക് അയച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഒരു ചെറിയൊരു അഫയർ ഉണ്ടായിരുന്നു. ചെറുതുള്ള ഒരു വൺ സൈഡിൽ പോയിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു അത്. പിന്നെ പോരാത്ത ആ കുട്ടി പാടിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവളല്ലേട്ടാ. പക്ഷെ പെട്ടെന്ന് സാഹചര്യത്തിൽ ആ കുട്ടി നഷ്ടപ്പെട്ടു പോയി. എനിക്കില്ല, ആ കുട്ടിക്ക്. ശരി പറയും. നമ്മള് ആ പാട്ട് മുഴുവൻ പാടിത്തരുമെന്ന് ചോദിച്ചു. പറഞ്ഞിട്ട് ഞാനത് പാടി റെക്കോർഡ് ചെയ്ത് അയച്ചതിന് ശേഷത്തിന് പിറ്റേ ദിവസം എടുത്ത് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സംഭവം എനിക്കും പറയാനുണ്ടായിരുന്നു. അപ്പത്തേക്ക് നമ്മള് കുറച്ച് ക്ലോസ് ആയി എല്ലാ കാര്യങ്ങളും. പക്ഷെ നമ്മള് ഗെത്തോടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്നാ പറയാൻ. അപ്പൊ സമയമായിട്ടില്ല, സമയമാകുമ്പോ ഞാനത് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ശരി എന്നാ സമയമാവട്ടെ. അതിന് ഡെയിലി ചോദിച്ചോണ്ടിരിക്കട്ടോ എന്താണ് ചോദിച്ചോണ്ടിരിക്കും. പക്ഷെ പറഞ്ഞില്ല. പെട്ടെന്ന് ഒരു സ്ഥലത്തിൽ അമ്മയുടെ വീട് തൃശ്ശൂരാണ്. അപ്പൊ അങ്ങോട്ട് പോകണ്ടായിട്ട് വന്നു. അങ്ങോട്ട് പോകാൻ വേണ്ടി ബസ്സിലിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പറയാനുള്ള കാര്യം ഞാൻ വാട്സപ്പിൽ. ഇത് ഇവിടെ വീട്ടുകാരും കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ഞങ്ങൾ അന്നത്തെ ഒരു മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പറഞ്ഞു, വിളിച്ചിട്ട് പറഞ്ഞു മെസ്സേജ് അയച്ചിട്ട് നോക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ വേഗം പോയി വാട്സപ്പ് നോക്കിയപ്പോ നോർമലി പ്രപ്പോസ് ചെയ്യുന്നതൊക്കെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എന്താണ് അങ്ങനെയൊക്കെ. പക്ഷെ ആള് പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ സാഹിത്യപരമായിട്ട് ഭയങ്കരമായിട്ടുണ്ട്. എന്നെ ആ രീതിയിലൊക്കെയാണ് പ്രപ്പോസ് ചെയ്തത്. ഇനി പാടിയ പാട്ടിന്റെ ലിറിക്സ് ഒക്കെ വെച്ചിട്ടാണ് എന്നെ പ്രപ്പോസ് ചെയ്തത്. അപ്പൊ തന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ ഞാൻ കുറച്ച് എനിക്ക് ഉണ്ട്. പക്ഷെ നമുക്ക് എന്താണ് ആളുടെ മനസ്സിലിരിപ്പ് എന്നുള്ളത് അറിയാൻ. ശരിയാവോ, വേറെ കാസ്റ്റാണ്, വേറെ റിലീജിയൻ ആണ്, നല്ല പ്രശ്നങ്ങൾ, അടുത്തടുത്ത് വീടുകൾ, അടുത്തടുത്താണ് വീട്, കുറെ പ്രശ്നങ്ങൾ പറഞ്ഞു. നമുക്ക് ശരിയാവാം. പക്ഷെ ഇതൊന്നും അറിയാത്ത ഇപ്പോഴും എന്റെ വീട്ടുകാർക്കൊന്നും അറിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും ഇവിടെ കുറ്റം പറയുന്നത് ഇവിടെ നിർബന്ധിച്ചിട്ടാണ് പല കാര്യങ്ങളും നോട്ടെ. പക്ഷെ അതെന്താ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ വരുത്തിയത്. പിന്നെ ഇതിന്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ഡ്രാമ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പറഞ്ഞു, അപ്പൊ ഇല്ല ഞാൻ ആലോചിച്ചിട്ട് തന്നെയാണ് ഒരുപാട്. അതാണ് ഞാൻ നിന്റെ അടുത്ത് പറയാൻ വൈകിയത്. ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് നിന്റെ അടുത്ത് പറഞ്ഞത് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി എന്നാ എനിക്ക് ഇഷ്ടമാണെന്ന്. പക്ഷെ എനിക്ക് ആ സമയത്ത് എന്തായിരുന്നു അറിയുമോ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഒന്നല്ലേ ഫ്രണ്ട്. ഇപ്പൊ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള പിള്ളേരെ പോലെ തന്നെയാണ്. അപ്പൊ പെട്ടെന്ന് അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും, പക്ഷെ സത്യമായിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. ഒന്നും വിചാരിച്ചില്ല. പിന്നെ പറഞ്ഞു കേട്ടെ അങ്ങനെ ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു. എന്ത് പറയണം എന്ത് ചെയ്യണമെന്നും
അവരെന്ത് തിങ്ക് ചെയ്യും, അതായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള പ്രോബ്ലം. പക്ഷെ ഇത് ഞാൻ പറഞ്ഞു വെച്ചാൽ ആദ്യത്തെ നമുക്ക് വേണ്ടപ്പെട്ടവരെ വരേണ്ടത് ഞാനത് പറഞ്ഞു. പേര് പറയുന്നില്ല, പേര് മെൻഷൻ ചെയ്തപ്പോൾ അവൾ അടിയാവേ മനസ്സിലാവണമെങ്കിൽ മനസ്സിലായിരുന്നു കേട്ടോണ്ടിരിക്കുമ്പോൾ. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആളും ഭയങ്കര സപ്പോർട്ടായിരുന്നു. കുഴപ്പമില്ലടാ, നീ കഴിക്കോ, കുഴപ്പമൊന്നുമില്ല, കുട്ടി നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര മുക്കലായിരുന്നു. ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്നു. പിന്നെ 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 എന്നിട്ട് അങ്ങനെയാണ് പ്രപ്പോസ് ചെയ്തത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളതുവരെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ പറഞ്ഞു ശരി എന്നാലും നമുക്കൊന്ന് കാണാലോ എന്ന് പറഞ്ഞിട്ട് നമ്മള് ഗാന്ധി ജയന്തി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒക്ടോബർ 3-ാം തീയതി കാണാന്ന് വെച്ചു. അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ശരി രാവിലെ നീ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ടൗണിലേക്ക് പോയോ, ഞാൻ അവിടെ നിന്ന് നിന്നെ സ്കൂളിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞു. ഞാൻ +2 പഠിക്കുകയാണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞിട്ട് ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ടെന്ന് നോക്കി എൻ്റെ അമ്മ കേട്ട എന്നെ കൊല്ലും. വരും ഇപ്പൊ ഇത്തിരിയൊക്കെ ചെറുതായി ശരിയായി വരികയാണെങ്കിൽ വിളിച്ചിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു. ഇതൊന്നും ഒന്നുമല്ല, ഇത് ആദ്യത്തെ 6 മാസമായിട്ടുള്ളൂ. ഇനി കിടക്കണോ 2 ആയിട്ടില്ല അല്ലേ, 3 ആയിട്ടാണ്. അതിനടുത്ത് തുടങ്ങിയ ടൈമാണ്, ഒരാഴ്ച ഇനി ഉണ്ട്, 3-4 വർഷം ഉണ്ട്, പേടിക്കണ്ട, വെയിറ്റ് ചെയ്ത്. അത് നമ്മള് കാണാന്ന് വെച്ചിട്ട് പോയി. ഞാൻ ടൗണിൽ പോയപ്പോ ആള് വന്നിട്ടുണ്ട്. ബുള്ളറ്റിലൊക്കെ വന്നു വന്നിട്ട് എനിക്ക് വണ്ടി കയറുന്നൊക്കെ വന്നു. വണ്ടി കയറി ഞാൻ പറയട്ടെ കേട്ടാ, ബ്രേക്ക് ചെയ്യുമ്പോ അവര് നമ്മള് കുറച്ച് എവിടെയൊന്നും ഇരുന്നൊന്നുമില്ല, ജസ്റ്റ് വണ്ടിയിൽ കുറെ പോയി. കുറെ പോകുന്ന മീൻസ് സ്കൂളിലേക്ക് വരുന്ന വഴിയാണ്. ടൗണിൽ നിന്ന് 14 കിലോമീറ്റർ സ്കൂളിലേക്ക്. അപ്പം അവിടേക്ക് വരുന്ന വഴിക്ക് ബ്ലോക്ക് വന്ന സമയത്ത് അപ്പോഴേക്കും ടൈം ഒരുപാട് വൈകി. ഞാൻ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും സ്കൂളിൽ ചെന്ന സീനാണ്. അപ്പൊ ഞാൻ ഞാൻ സ്കൂളിലേക്ക് പോകണ്ട, ഉച്ചവരെയുള്ള ക്ലാസ്. അപ്പൊ അതുവരെ എവിടേക്കെങ്കിലൊക്കെ പോയിട്ട് തന്നെ ക്ലാസ് കഴിയുന്ന സമയത്ത് വീടിൻ്റെ അവിടെ ആക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് മലമ്പുഴ ഓഫ് റോഡ് പോകാൻ പറ്റും. ആ ടൈമിൽ നമ്മള് ജസ്റ്റ് ഒന്ന് ഓഫ് റോഡ് പോയി കറങ്ങി വന്നു. ടൈം പോകണ്ട ശരി എന്നാലൊരു സിനിമയ്ക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ സിനിമയ്ക്ക് പോയ കഥ വേണം. ഞാൻ ക്രിസ്ത്യൻ കംപ്ലീറ്റ് ഇടാൻ പോവേ സംസാരിക്കണ്ട. എന്നിട്ട് നമ്മള് സിനിമ എന്റെ ഫ്ലോ പോവാണെങ്കിൽ ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നു. ഞാൻ പറഞ്ഞ ക്രിസ്ത്യനിൽ പെൻഡക്കോസ് എന്ന് പറഞ്ഞിട്ടൊരു കാസ്റ്റാണ്. അതായത് നമുക്ക് ഇതൊന്നും പാടില്ല, തിയേറ്ററിൽ പോകാൻ പാടില്ല, ഓർണമെന്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറെ അങ്ങനെ ഞാൻ പറഞ്ഞോട്ടെ. നമ്മള് വന്നിട്ട് ഞാൻ പറഞ്ഞു നിർത്തിയിട്ട് അവിടെ എത്താൻ തുടങ്ങിട്ടോ. എന്നിട്ട് നമ്മള് വന്നിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടേ ഇല്ല. ഇതുവരെ നമുക്ക് 17 വയസ്സുണ്ട്. 17 വയസ്സ് വരെ ഒരു തിയേറ്റർ അങ്ങനെ ഒന്നും കണ്ടിട്ടേ ഇല്ല. ഇതുവരെ തിയേറ്ററിൽ പോലും പോയിട്ടില്ല. ശരി പോവാന്ന് പറഞ്ഞു. അന്ന് നമ്മള് കുഞ്ഞുകുട്ടിയല്ല 2 ഭാഗം മുടിയൊക്കെ കെട്ടി യൂണിഫോം ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് കോൽമുട്ടായ ഒരു വീക്ക്നെസ് ആയിരുന്നു. ആ സമയത്ത് എനിക്ക് അതൊക്കെ മേടിച്ചു തന്നിട്ട് അതൊക്കെ വായിച്ചു. അപ്പൊ നമ്മള് തിയേറ്ററിൽ പോയി. തിയേറ്ററിൽ ഇപ്പൊ ആൾക്കാരൊക്കെ എന്നെ നോക്കണം. ഞാൻ യൂണിഫോം 2 ഭാഗം മുടി കെട്ടിയിട്ടുണ്ട്, കോൽമുട്ടായി തരുന്നുണ്ട്. ശരി തിയേറ്ററിൽ സിനിമ എടുത്ത് അതും വേണ്ട. ആദ്യമായിട്ടാണ് പടത്തിന് പോകുന്ന സിനിമ. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ തിയേറ്ററേ കാണുന്നത്. എന്താണ് സിനിമ ഏതാണ് ചോദിച്ചാൽ ഞാൻ സാമി 2 ആയിരുന്നു. ലൈഫിൽ ആദ്യമായിട്ട് സാമി 2 ടൈം പോവാൻ വേണ്ടിട്ട് ശരിക്കും കയറിയതാ. ഞാൻ സാമി 2 ആയിരുന്നു. കയറി ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക. സിനിമ കണ്ടു. ഹാഫ് ടൈം ആകുമ്പോൾ ഏട്ടൻ പുറത്തു പോയി. എനിക്കറിയില്ല എന്തിനാ പുറത്തു പോകണം, എന്താ ഫുഡ് എന്തോ വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പൊ നോർമലി നമ്മള് സിനിമയിലൊക്കെ അങ്ങനെയല്ലാതെ കാണുമ്പോഴും ഫ്രണ്ട്സൊക്കെ വന്ന് കഥ പറയുമ്പോഴും എനിക്ക് സിനിമയ്ക്ക് കൊണ്ടുപോയിട്ട് ഏട്ടൻ എനിക്ക് ഐസ്ക്രീം വാങ്ങി തന്നു, അങ്ങനെ കഴിച്ചു ഇങ്ങനെ കഴിച്ചെന്നൊക്കെ അല്ലേ പറയാം. അപ്പൊ ഞാനും ഇനിയിപ്പോൾ ഐസ്ക്രീം പോയതായിരിക്കും കൊണ്ട് ഉള്ളിലിരിക്കട്ടാ. ഒരാളൊരു പൊതിയും കൊണ്ടൊക്കെ വന്നു. ഞാൻ എന്താ ഐസ്ക്രീം അല്ല പൊതിച്ചിട്ട് വരുന്നതൊക്കെ വിചാരിച്ചു. നോക്കുമ്പോ വൈകിട്ട് 2 മുട്ട ബോക്സ്.
പഠിക്കുന്ന കാലം തൊട്ടേ മുട്ടപപ്സും സർവത്ത് നമ്മുടെ വീക്ക്നെസ് അട്ടാ. മുട്ട പപ്സ് എനിക്കാണ്. അപ്പൊ എനിക്ക് നന്നായി വിശക്കുണ്ട്, ഇത്ര നേരം നടന്നല്ലേ. അതുകൊണ്ട് ആൾ നല്ല ഫുഡിയാണ്. അപ്പൊ പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു, സ്കെലിട്ടായിരുന്നു. ഇപ്പോഴാണ് നല്ല ഗുണ്ടായിട്ട്. അപ്പൊ നമ്മള് ഏട്ടൻ കൊണ്ടു തന്നു. ഞാൻ ഒരെണ്ണം കഴിച്ചിട്ട് ഒരെണ്ണം ബാഗിൽ വെച്ചു. പിന്നെ കഴിയുന്നതിന് മുമ്പ് നമ്മള് സിനിമ കഴിയുന്നതിന് മുമ്പ് ഇറങ്ങി, കാരണം അപ്പോഴത്തെ ടൈം ഉണ്ടായിരുന്നു. പിന്നെ എന്നെ വീടിൻ്റെ അവിടെ കൊണ്ടാക്കി. അവിടെ നമ്മള് എന്താ പറയുക, വീട്ടിൽ പോയി. ഞാൻ തിരിച്ച് വീട്ടിൽ പോയി, ഏട്ടന് പോയി. ഇതൊന്നും വീട്ടിൽ ഇപ്പോഴും ആർക്കും അറിയില്ല ഞങ്ങളിങ്ങനെ പോയിട്ട് എല്ലാത്തിനും ഇതാവും. ഇപ്പോഴൊക്കെ വീട്ടുകാർ കുറച്ച് മിണ്ടി വരും, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഉള്ള ബന്ധം കൂടെ പോകും. എന്നാലും നമ്മൾ ലവ് സ്റ്റോറി പറയുമ്പോൾ പറയണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം അങ്ങനെയായി. പിന്നെ ഞങ്ങള് ഏട്ടൻ പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര താല്പര്യമില്ല കൊടുത്തില്ല. ഞാനങ്ങനെ പോയിട്ടില്ല എവിടേക്കും, അങ്ങനെ പോയിട്ടൊന്നുമില്ല. വീട് വിട്ടാൽ പിന്നെ കസിൻസിന്റെ വീട്, അല്ലെങ്കിൽ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് അവസാനമായിട്ട് ടൂർ പോയത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതിന് മുന്നേ ടൂറൊന്നും പോയിട്ടില്ല. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും അങ്ങനെയൊന്നും പോകില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പം പിന്നെ നമ്മൾ +1 + 2 ആയപ്പോഴത്തേക്കും പാർട്ടി, അത് പിന്നെ അതങ്ങനെ പഠിത്തമൊന്നും ഇങ്ങനെ ഇല്ലല്ലോ, എന്നാലും ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്നു കുറേ. അതൊന്നും നമുക്ക് ഇതിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എക്സ്പ്ലോർ ചെയ്യലായി. നമുക്ക് ലീവ് ഡേയ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളങ്ങനെ പാലക്കാട് തന്നെ കാണാത്ത ഒരുപാട് പാലക്കാട് ഇത്ര സ്ഥലങ്ങളാണ് കാണുന്നത്. നെല്ലിയാമ്പതി, മീൻവല, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയി. നമ്മള് കുറെ എക്സ്പ്ലോർ ചെയ്തു, ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. കുറെ പോയിട്ടുണ്ട്. പാലക്കാടല്ല പുറത്തും പോയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ടൈമിൽ തുടങ്ങിയ ടൈമിൽ പാലക്കാട് തന്നെയായിരുന്നു കൂടുതലും കുറെ സ്ഥലങ്ങളൊക്കെ. പക്ഷെ ഞങ്ങൾ ഒരിക്കലും മറ്റുള്ള കപ്പിൾസ് ചെയ്യുന്ന പോലെ എന്താ പറയാ, ലവേഴ്സ് ആയിട്ട് കറങ്ങാൻ പോകുന്നത് അങ്ങനെയൊന്നുമില്ല. തോളിലൊക്കെ കൈയിട്ട് ഫ്രണ്ട്സിനെ പോലെ, ഭയങ്കര ഫ്രണ്ട്സിനെ പോലെയായിരുന്നു. പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തോളിലൊക്കെ ആയിട്ട് നടക്കും. എന്താ പറയാ, എക്സ്പ്ലോറേഷൻ. ഫുഡൊക്കെ പറഞ്ഞാൽ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് രണ്ടുപേരും സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടാണ് നമ്മള് വണ്ടിയിലൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. കൂടെ പോയി എനിക്ക് നല്ല ഇഷ്ടമായിട്ട്, നല്ല രസമാണ് നമുക്ക് പോകാനൊക്കെ. പിന്നെ പാട്ടൊക്കെ പാടി വണ്ടിയിലൊക്കെ പാട്ടൊക്കെ പാടി ഹിൽസൊക്കെ കയറുമ്പോൾ നല്ല സുഖം. നെല്ലിയാമ്പതി ഒരു മിനി ഊട്ടി പറയില്ലേ, അപ്പൊ അവിടേക്ക് പോകുന്ന സമയത്ത് നല്ല രസമാണ് പാട്ടൊക്കെ പാടി. അങ്ങനെ പോയി നമ്മൾ കുറെ എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ എൻ്റെ എക്സാം ടൈമായി, മെയിൻ എക്സാം, മോഡലല്ല പ്രാക്ടിക്കൽ എക്സാം നടക്കുക. ഞാൻ ബയോളജി സയൻസ് ആയിരുന്നു. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാം നടക്കുന്ന സമയത്താണ് ഏട്ടൻ്റെ വീട്ടില് ഒന്ന് പിടിപ്പിച്ചതാണ്. അത് ഇപ്പോഴാണ് അതിന്റെ സത്യാവസ്ഥ എല്ലാവരും അറിയാൻ പോകുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് നമുക്ക് കലോത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ കുറച്ച് പ്രോഗ്രാംസിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ കൂടെ വരുമായിരുന്നു അവിടേക്കൊക്കെ ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് അവിടേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മള് അങ്ങനെ, അപ്പൊ എന്റെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഏട്ടന്റെ കയ്യിലായിരുന്നു. അത് ആ സമയത്ത് പെട്ടുപോയതാണ്. ആള് ഇത് പ്രയോജനപ്പെടുത്തി വീട്ടിൽ കൊണ്ടുവന്നിട്ട് ശരി എന്നാ വീട്ടിൽ അറിയിക്കാൻ പറഞ്ഞിട്ട് ഒരാഴ്ച ടേബിളിന്റെ ഒരാഴ്ച ഞാൻ വീട്ടിൽ ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക. ഞാനായിട്ട് പോയി പറഞ്ഞാൽ എനിക്കൊന്ന് കിട്ടും. അപ്പൊ അതിനെയും വെച്ച് ബെറ്റർ ഞാൻ അറിയാത്ത പോലെ അവര് പിടിക്കുന്ന പോലെ ഒരു തീം ഉണ്ടാക്കിയത്. ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്റ്റോറീസ് ഇതേപോലൊക്കെ അറിയില്ല. പക്ഷെ ഇതെല്ലാം ഞങ്ങളോട് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പിന്നെ പറഞ്ഞുതരാം. ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ കൊണ്ടുപോയി ഒരാഴ്ച ഞാൻ അവിടെ തന്നെ വെച്ചു, ടേബിളിന്റെ മുകളിൽ തന്നെ വെച്ചു, ഫയലിലാക്കിയിട്ട് ആരെങ്കിലും കണ്ടിട്ട് എന്നെ ചീത്ത പറയട്ടെ, എന്താ അവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ ചോദിക്കട്ടെ എന്നിട്ട് ഒരു മനുഷ്യൻ ചോദിച്ചില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ ബാഗിലെടുത്ത് വെച്ചു, സർട്ടിഫിക്കറ്റ് എടുത്ത് ബാഗിൽ വെച്ചു. ബാഗിൽ വെച്ച സമയത്ത് ചോദിച്ചു ഇതെന്താ സർട്ടിഫിക്കറ്റ് കാര്യം പറഞ്ഞു. ഞാനന്ന് പ്രാക്ടിക്കൽ എക്സാമിൽ പോവാം. പ്രാക്ടിക്കൽ എക്സാം ഒക്കെ കഴിഞ്ഞാൽ ആ സമയത്ത് അമ്മ പറയാൻ തുടങ്ങി അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ ഞങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. ഓരോരുത്തരും ഞങ്ങൾ വണ്ടിയിൽ പോകുന്നത് കാണുന്നുണ്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ. പിന്നെ നമ്മുടെ നാട്ടുകാരെ കുറിച്ച് പറയുകയും വേണ്ട, പരദോഷ തെണ്ടികൾ. ഞാനിത് പ്രത്യേകിച്ച് പറയും, എല്ലാവരും ഒന്നും പറയില്ല. ചില ആൾക്കാർ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അസൂയ കേട്ടാ, വേറെ ഒന്നുമല്ല, അസൂയ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഏട്ടനും കുറച്ച് നല്ല ചന്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അടുത്ത എത്ര പേര് കുടുംബക്കാരടക്കം ഒരുപാട് പേര് എന്നോട് ചോദിച്ചു എന്ത് കണ്ടിട്ടാണ് നീ നോക്കിയത്. അത് ഞാനിപ്പോ എടുത്തു പറയാൻ പറ്റില്ല. അതേ കുടുംബക്കാർ ഇപ്പോഴും എൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് വേറെ കുടുംബക്കാർ, ഫ്രണ്ട്സ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊരാളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിത്വമാണ് അല്ലേ. അതിപ്പോ എന്റെ മാത്രമായ വ്യക്തിപരമായ എന്റെ സ്വാതന്ത്ര്യമാണ്. ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുകയില്ല, ഒരാളുടെ കൂടെ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്റെ മാത്രം സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഇതിലൊക്കെ മറ്റുള്ളവർ കയറി കൈകടത്തി ചെയ്യുമ്പോൾ അതൊരുമാതിരി പഴഞ്ച ഏർപ്പാട് പോലെ ആയിരിക്കണം.
പിന്നെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മുഖത്തടിച്ച പോലെ പറഞ്ഞ കുറച്ച് വ്യക്തികളുണ്ട്. ഒന്നും കൊണ്ട് നിങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ഞങ്ങൾ എന്തായാലും ഒറ്റപ്പെടേണ്ടി വരും. തീർച്ചയായും ഞങ്ങൾ ഒറ്റപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്, പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ ഒറ്റപ്പെടുന്ന ഓരോ സെക്കൻഡ് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. സീരിയസ് ആയിട്ട് ഞങ്ങളെ വീട്ടുകാർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് മിസ് ചെയ്തു. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ വളർന്ന സാഹചര്യങ്ങൾ കൊണ്ട് അച്ഛനെ ആയിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, പെങ്ങളെ ആയിക്കോട്ടെ, അതുപോലെ ഇവിടെ ആങ്ങളെ ആയിക്കോട്ടെ, ഇവിടെ അച്ഛൻ ഇവിടെ ഒരുപാട് ദിവസങ്ങളുണ്ട് അച്ഛനെ കാണാൻ വേണ്ടി അത് കരയാറുണ്ട്. അവളുടെ ആങ്ങളെ മെസ്സേജ് അയച്ച് റിപ്ലൈ ചെയ്തില്ല, അവളുടെ കരയാറുണ്ട്. പക്ഷെ എനിക്കതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനെ വയ്യാത്തൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിഷമവും ഇല്ലായി ഒരു മനുഷ്യനും സങ്കടവും സന്തോഷവും ഇല്ലാത്തൊന്നുമില്ലല്ലോ. പക്ഷെ ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ചില സമൂഹത്തിന് മുന്നില് ഞങ്ങളത് പ്രൂവ് ചെയ്യും. ഇപ്പൊ നിങ്ങളിപ്പോ ഒരുപാട് പേര് കാണുന്ന വീഡിയോ അല്ല, ഇതിപ്പോ ഒരുപാട് പേര് കാണുന്ന വീഡിയോ ആണ്. ഞങ്ങള് 2025 എന്നുള്ള വർഷത്തില് ഞങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ അന്നും നിങ്ങൾ ഇതേ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഐഡന്റിറ്റി എന്താണെന്ന് നിങ്ങൾ അന്ന് മനസ്സിലാക്കും. ഞാനതൊന്നും പറയണില്ല, അത് ഇവിടെ പറയുന്നത് ഞാൻ പറയാം. ബിസിനസിന്റെ പ്രാന്ത് കയറിയിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതൊന്നും കാര്യമില്ല. നമ്മൾ അല്ല കുറ്റപ്പെടുത്തിയവര് കുറെ പേരുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കില്ല, എന്റെ ബാക്ക്ഗ്രൗണ്ട്, എന്റെ കളറ്, എന്റെ ഞങ്ങള് സ്ഥലം, അതൊക്കെയായിരുന്നു പ്രശ്നം. നമുക്കതൊരു പോസിറ്റീവ് എനർജി. എന്റെ അടുത്താണെങ്കിലും ഒരുപാട് പേര് ചോദിച്ചിട്ട് നിനക്ക് എന്നെ എങ്ങനെയാണ് ഈ ആച്ചക്കരെ വളച്ചെടുത്തത് എനിക്ക് ചോദിച്ചു ഒരുപാട് പേര്. അത് ശരിയാണ്, ഒരുപാട് പേര് അങ്ങനെ തളർത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളതൊന്നും കാര്യമാക്കില്ല. അതെ നമ്മൾ എവിടെയാണ് എത്തുന്നത്, വീട്ടിലറിഞ്ഞ കാര്യമില്ല. വീട്ടിലറിഞ്ഞിട്ട് ഞാൻ അന്ന് എന്റെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വരുന്ന ടൈമില് അമ്മ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. അന്ന് എനിക്ക് അതിൻ്റെ ഒരു ഫോൺ യൂസ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് വീട്ടിൽ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല, കാണുന്ന പോലെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറ ഈ ഫോൺ ആരും ഒന്നും ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ സംഭവം എന്തോ നടന്നിട്ടുണ്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞപ്പോ എന്തൊന്നും ശരി, നീ അതൊക്കെ എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊക്കെ അവന്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അവരുടെ സംസാരിച്ചിട്ട് നീ ഇങ്ങനെ വീട്ടിലേക്ക് കയറിയാൽ മതി. ഞാൻ പറഞ്ഞിട്ടില്ല, സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവള് വീട്ടിൽ പോയി സംസാരിച്ചതോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. അതായത് ഞാൻ വീട്ടിൽ വന്നിട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അന്ന് ഏട്ടൻ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിരിക്കണം. ഏട്ടൻ അതുവരെ അറിഞ്ഞിട്ടില്ല ഏട്ടൻ വീട്ടുകാർ എന്റെ വീട്ടിൽ വന്ന കാര്യം. അവരെന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആരാ വന്നെന്ന് ഇപ്പോഴും അറിയില്ല, നമുക്ക് ആരാ വന്നെന്ന് അറിയില്ല. അത് വീട്ടുകാരും പറഞ്ഞിട്ടില്ല. സംസാരിച്ചെന്നുള്ളത് നമുക്കറിയില്ല. വീട്ടുകാരാണ് വന്ന് സംസാരിച്ചു. അവര് എൻ്റെ അടുത്ത് അങ്ങ് ചെന്നിട്ട് നീ വന്നാൽ മതി പറഞ്ഞു. ഏട്ടൻ അതുവരെ അറിയിച്ചിട്ട് ഏട്ടൻ ഗ്രൗണ്ടിൽ കളിക്കുക. ഞാൻ വീട്ടിൽ പോകുമ്പോഴും ഏട്ടൻ അവിടെ ഇല്ല. ഞാൻ ഏട്ടൻ നിന്ന സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ പോയി. ഏട്ടൻ അനിയത്തി കുറച്ച് ആദ്യം അറിഞ്ഞ സമയത്ത് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അന്നാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ നിന്നു. അപ്പത്തേക്ക് അമ്മ വന്നു. അമ്മ വന്നിട്ട് പറഞ്ഞു ഇതൊന്നും ശരിയാവില്ല, നിങ്ങൾ വേറെ കാസ്റ്റ് ഞങ്ങൾ വേറെ കാസ്റ്റ്, ഞങ്ങളുടെ കുടുംബത്തിൽ ശരിയില്ല. പിന്നെ അമ്മയ്ക്ക് വയ്യാത്താണ്, അച്ഛനും വയ്യാത്തതാണ്, അതൊക്കെ പറഞ്ഞു. അപ്പൊ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഫാമിലിയാണ്. അവിടേക്ക് ഇന്റർ റിലീജിയൻ എന്ന് പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതിപ്പോ അങ്ങനെയാണ്. അമ്പലം വീട്ടിലാണെങ്കിൽ പൂജ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നടത്തുന്നുണ്ട്. അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പൊ പറ്റില്ല, വേണ്ട, നിങ്ങൾ നിർത്തിക്കോ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവര് വളർന്നു വന്ന സാഹചര്യവും പിന്നെ അതുപോലെ അവരെ മുന്നോട്ട് വന്ന രീതിയൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പെട്ടെന്ന് ഒരു ട്രാക്കിൽ പോണ ട്രെയിനെ പെട്ടെന്ന് തിരിച്ചു വിടുന്നു എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അതുപോലെയാണ് ഈ കാര്യങ്ങളും. പക്ഷെ നമുക്ക് അന്ന് മനസ്സിലായിരുന്നു, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. കാരണം വീട്ടിലും ഏട്ടന്റെ ഇവര് 4 മക്കളാണ് അച്ഛനൊക്കെ. അപ്പൊ അവര് 4-5 മക്കളാണ്. അപ്പൊ അതില് ഏറ്റവും വലുത് ഏട്ടനാണ്, ആൺകുട്ടി. പിന്നുള്ളത് ഒരു ചെറിയനാണ്. അപ്പൊ ഏട്ടനാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്, മറ്റേത് ചെറുതാണ്. അപ്പൊ എല്ലാരും ഏട്ടനാണ് എല്ലാ കാര്യങ്ങളും നോക്കണം. അപ്പം പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. എൻ്റെ അടുത്ത് വേണ്ട, ശരിയാവില്ല, നിങ്ങൾ നിർത്തിക്കോ, ഇനി വേണ്ട, ഇത്രയല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഒരു 6 മാസം ആയിട്ടോ. അപ്പൊ നിർത്തിക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനായിട്ടല്ല വന്നിട്ടുണ്ടായിരുന്നത്, ഞാൻ ചോദിച്ചതാണ് ഒരു പ്രാവശ്യം. എല്ലാവരുടെയും വിചാരം ഞാനാണ് ഏട്ടനെ പ്രപ്പോസ് ചെയ്ത് ഇഷ്ടമാണെന്ന് പോയി എന്നാണ് എല്ലാവരുടെയും അറിഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടില്ല.
നല്ല കൂട്ടായിരുന്നു. ഞാനാണ് പ്രപ്പോസ് ചെയ്തത്. അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, നിങ്ങളുടെ മോൻ എന്നെ വിളിച്ചിട്ട് പറയട്ടെ, നമുക്ക് വേണ്ടടി, നമുക്കെല്ലാം നിർത്താം, വീട്ടുകാരൊക്കെ ആലോചിച്ചിട്ട് നമുക്കെല്ലാം നിർത്താമെന്ന് എന്നെ വിളിച്ച് പറഞ്ഞട്ടെ. പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെല്ലാം അവസാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ തന്ന സാധനങ്ങളൊക്കെ അവിടെ വെക്കാൻ പറഞ്ഞു. അതൊക്കെ വെച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിൽ കയറ്റി. വൈകുന്നേരമാണ് ഏട്ടൻ എന്നെ വിളിക്കുന്നത്. അപ്പോഴാണ് ഏട്ടൻ നടന്ന സംഭവങ്ങളൊക്കെ അറിയണത്. ഫുള്ള് സെന്റിമെന്റ് വിളിക്കുന്നത് കരഞ്ഞ്. എന്താ പറയാ, നമുക്ക് ഒന്നാമത് ഞങ്ങള് വളരെ ചുരുങ്ങിയ സമയമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തുടങ്ങിയിട്ട്, പിന്നെ വേറെ ഒന്നാമത് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം നമ്മളെ കൂടെയുള്ള അച്ഛനും അമ്മയും അവർ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ശരി തന്നെയാണ്. പക്ഷെ ഞങ്ങൾ അതിന് മുമ്പ് ഒരുപാട് അടുത്തുണ്ടായിരുന്നു. പിന്നെ എനിക്ക് രണ്ട് മനസ്സായിരുന്നു. ഒന്ന് ഇവിടെ വേണ്ട, ഒന്ന് ഇവിടെ വേണ്ട, വീട്ടുകാർ മതി എന്നുള്ള ഒരു കൺസെപ്റ്റ് നിൽക്കാന്നുള്ളതായിരുന്നു. അങ്ങനെ ഇവിടെ ഞാൻ പറയാ, അങ്ങനെ ഞാൻ ഇവിടെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു പോണ്ട, ഒന്നും ശരിയാവില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇത്രയെല്ലാം ആയിട്ടുള്ളൂ, എളുപ്പമായിരിക്കും, നിർത്താം എന്ന് പറഞ്ഞു. നമ്മളിവിടെ ബ്രേക്കപ്പായി. 2 ദിവസം വീഡിയൊന്നുമില്ല, ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഫോണിൽ സ്റ്റാറ്റസ് കാണും, മെസ്സേജ് വീഡിയോയില്ല, സ്റ്റാറ്റസ് കാണും. അപ്പൊ സ്റ്റാറ്റസിന് നിങ്ങൾ റിപ്ലൈ തരും. അതല്ലാണ്ട് നമ്മള് വലിയ അതൊന്നുമില്ല. അങ്ങനെ നമ്മള് ബ്രേക്കപ്പായി. 6 മാസമായിരിക്കും നമ്മള് ബ്രേക്കപ്പായി. ഇനിയിപ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടുത്തതും പിന്നെ നടന്ന കാര്യങ്ങള്, വീട്ടിലാണെങ്കിലും ഉണ്ടായ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയില്ല. കാരണം വീട്ടുകാർക്ക് അവര് നമ്മളെ അത്രയും സത്യം, അതായത് നമ്മുടെ വീട്ടുകാർ നമ്മളിൽ അത്രയും പ്രതീക്ഷ വെച്ചു. നമ്മളതൊക്കെ ഇതില് അഡിക്റ്റഡ് ആയിട്ട്, കണ്ണു കാണാത്തത് അഡിക്റ്റഡ് ആയിട്ട്, നമുക്ക് എന്ത് ചെയ്യണം എന്ന് പോലും അറിയാണ്ട് നമ്മള് അങ്ങനെ വീട്ടുകാരെ കുറെ സങ്കടപ്പെടുത്തിയിട്ടില്ല എന്ന് പറയണം. ഒന്നാമത് സങ്കടമുണ്ട് കേട്ടോ. നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. കെട്ടിക്കഴിഞ്ഞ് ഒറ്റയ്ക്ക് വന്നിരുന്നപ്പോ എന്താണെന്നുള്ളത് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ ഇങ്ങനെ ഒറ്റപ്പെടുത്തിട്ട് വന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇവളെ എന്നുള്ളൊരു കാര്യത്തിൽ അഡിക്റ്റഡ് ആയിരുന്നു. ഞാനെന്നുള്ളൊരു കാര്യത്തിൽ ഒരുപാട് അഡിക്റ്റഡ് ആയിരുന്നു. അതാണ് മെയിൻ റീസൺ. അതാണ്. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പ്രശ്നങ്ങളുടെ ഒരു കൂടാരം തന്നെയായിരുന്നു ഞങ്ങളുടെ ലൈഫ്. ഞങ്ങൾ തമ്മിലാണെങ്കിലും വീട്ടുകാർ തമ്മിലാണെങ്കിലും ഒരുപാട്. കാരണം ഒരു പ്രാവശ്യം നമ്മൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പിന്നീട് അറിയാലോ എങ്ങനെയായിരിക്കും, ഒത്തുപോകാൻ പറ്റായി, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ, ശരിയാവില്ല. സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് ഒരാഴ്ച സത്യമാണോ ഏട്ടൻ ചോദിക്കായിരുന്നു. അത്രയും നമുക്ക് അത്ര അത്ഭുതപ്പെടുത്ത കുറച്ച് കാര്യമായിരുന്നു. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടാളും എത്ര ചേർന്ന് പോകും എന്ന് പറഞ്ഞാലും ഫാമിലി ഒരിക്കലും ചേർന്ന് പോവില്ല. ഒരിക്കലും ചേരില്ലായിരുന്നു. ഞങ്ങള് നടക്കുന്നേ വിചാരിച്ച കാര്യമല്ല, പെട്ടെന്നായിരുന്നു എല്ലാം. എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നായിരുന്നു. ഒരുപാട് പേര് ഇതിന്റെ പേരിൽ സങ്കടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആദ്യം സപ്പോർട്ട് ചെയ്ത കുറെ പേരൊക്കെ കുറെ പേര് സങ്കടപ്പെട്ടു. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ പേരാണ് നമ്മളെ ആ സമയത്ത്, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചവരൊന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പ്രതീക്ഷിക്കാത്ത കുറെ പേരാണ് നമ്മുടെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തത്. പ്രതീക്ഷിച്ചവർ നിൽക്കാത്തതിന് കാരണം ഉണ്ടാവും വീട്ടുകാരൊക്കെ ആലോചിച്ച് തന്നെ ആയിരിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല, ഒരുപാട് തെറ്റുണ്ട്. പക്ഷെ ദിവസങ്ങളിൽ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ ഇങ്ങനെ പാർട്സ് കാരണം ഒരുമിച്ചിടാൻ പറ്റൂല, അന്നത്തെ ലിമിറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇത്രയും ലെങ്ത് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് സമയം കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത പാർട്ടിലിടാം. എന്തായാലും എല്ലാവരും കുറച്ചുപേരൊക്കെ വെയിറ്റിംഗ് ആണെന്ന് വിചാരിക്കുന്നു. ശരി, അപ്പൊ ഇൻസിഡൻസും ട്രാജഡിയും നമുക്ക് സെറ്റ് ആക്കാൻ പൊളിക്കാം. അപ്പൊ ഇത്ര നേരം വീഡിയോ എല്ലാവർക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് ഫസ്റ്റ് ഞങ്ങൾ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വീഡിയോയിൽ എത്ര വ്യൂസ് വരുന്നത് നോക്കിയിട്ട് സെക്കൻഡ് സ്റ്റോറി ചെയ്യാനൊക്കെയുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ഇനി അങ്ങനെയൊന്നും ഉണ്ടായി. ഞങ്ങൾ സ്റ്റോറി തന്നെ ഞങ്ങൾ എടുത്ത് വെക്കും. ബാലൻസ് ഉള്ള സ്റ്റോറീസൊക്കെ ഞങ്ങൾ പതുക്കെ കണ്ടന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ.